കുറെ നാളിന് ശേഷം എക്സ്പെക്ട് ചെയ്തതിന്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. അത് പുതിയതാണെങ്കിൽ ഒരു ടൈം ട്രാവലിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് വർക്ക് ആവുക. പക്ഷെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കുറെ ചിരിക്കാനുണ്ട്. നല്ല സിനിമ അല്ല നന്നായിട്ടുണ്ട്. അത് ആ ഒരു സീരിയസ്നെസ് ഹ്യൂമർ എന്നാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം ട്രാവൽ ആണെങ്കിലും പുതിയൊരു ടൈം പീരീഡ് ആണെങ്കിലും ഹ്യൂമർ നല്ലോണം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. അടിപൊളിയാണ്. അങ്ങനെ അടിപൊളി ബ്രോ സിനിമ ഉണ്ട്. സിനിമ ഉണ്ടായിരുന്നു. അവര് പ്ലോട്ടൊന്നും ഞാൻ പറയണ്ട. പക്ഷെ അവര് സാധനം ചെയ്ത അയ്യോ ഒന്നും ഇവിടെ പറയും ഇനി എന്താ ഉണ്ടാവാൻ പോണേ ഒരു കെയോട്ടിക് സിനിമ. അടിപൊളി പടം. എല്ലാവർക്കും എനിക്ക് വർക്കൗട്ടായി. നല്ല പടമായിരുന്നു. കുറെ ചിരിക്കാനുണ്ട്. പിന്നെ ഇത് രണ്ട് പാട്ടിന് ശേഷം ടോട്ടലി ഡിഫറെന്റ് ഒരു ടെറൈൻ കൊണ്ടുവന്നിട്ടുള്ള പടമാണ്. വിച്ച് ഇസ് അമേസിംഗ്. ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ ഇപ്പൊ ലാസ്റ്റ് കൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ സർപ്രൈസിങ് എലമെന്റിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ വെരി എക്സൈറ്റഡ് ഫോർ ഐ ആക്ച്വലി ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസിനെ ഒരു കോമഡിയിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ് ആൻഡ് ഐ തിങ്ക് ദേ ഹാവ് ഡൺ എ വെരി നൈസ് ജോബ്. പറഞ്ഞ് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അതേപോലെ തന്നെ കോമഡികളൊക്കെ ഒരുപാട് രസമുള്ള കോമഡി ഉണ്ട്. രണ്ട് ക്രിയേറ്റീവ്. ഇപ്പോ ജോണർ ഷിഫ്റ്റും അല്ലെങ്കിൽ ഇതൊക്കെ വന്നപ്പോഴും ഷാജിപ്പാപ്പനും പിള്ളേരും ഒരു നിറഞ്ഞ ആറാടുന്ന ഒരു സിറ്റുവേഷൻ. പിള്ളേർ ഡബിൾ സ്ട്രോങ് ഏരിയയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ആ ലെവൽ കോമഡി. ജോണറുമാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സെക്കൻഡുണ്ടായ സെയിം വൈബ് സെക്കൻഡിലും ഫസ്റ്റിലുണ്ടായ വൈബിൻ്റെ അടുകൊണ്ടൊരു എക്സ്ട്രാordinary ആണ് ഈ സിനിമ. അത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കണ്ടതൊന്നുമല്ല, തേർഡ്. കാരണം നമ്മൾ കുറെ കാത്തിരുന്ന് വന്നതാണ്. ഇനിയിപ്പോ നമ്മള് ഷാജിപ്പാപ്പൻ 3ക്ക് വേണ്ടി കാത്തിരിപ്പിനൊക്കെ വലിയ കാത്തിരിപ്പായിരിക്കും. അതെ, റൈഡ് 2-ന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അത് അമ്മാതിരി ഒരു സ്ഥലത്താണ് നിർത്തുകയും ചെയ്തത്. ആ ഒരു ട്വിസ്റ്റൊക്കെ ഇത്രത്തോളം കേട്ടപ്പോ എങ്ങനെയായിരുന്നു എഫക്റ്റ് ആയിട്ട് തോന്നി? എന്താ നമ്മൾ ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഇതുപോലെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു. സന്തോഷം. ഈ പിന്നെ ട്രെയിലർ വന്നപ്പോഴാണ് സംഭവം ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. അതായത് ഷാജിപ്പാപ്പൻ ഇത്തവണയെങ്കിലും ഒരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇത്തവണ നടന്നില്ല. അടുത്ത തവണയെങ്കിലും അത് പോയി എന്തുകൊണ്ട് പോയെന്ന് ചോദിക്കും. ഓക്കെ. ഇതിൽ അനീതിയായിട്ടൊന്ന് ശ്രമിക്കായിരുന്നു ഷാജിപ്പാപ്പന് വേണ്ടി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്. പാപ്പന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഈ കാശ് കൊടുക്കുന്നതൊന്നും ഒന്നും പോരാൻ ചോദിക്കും. ഞാൻ ഇനി പുള്ളിയുടെ കുടുംബജീവിതം ചെയ്യാൻ പോയി ശ്രമിക്കണം. പ്രേക്ഷകരെ വീണ്ടും പറ്റിച്ചല്ലേ? ചെയ്യാൻ പാപ്പിന് ഇതുവരെ ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാൻ. എന്തായാലും വണ്ടിക്ക് എനിക്ക് എക്സൈറ്റഡ് ആണ്. കുഴപ്പമില്ലാതെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അല്ല, എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് വൈകിയ ചളങ്ങിയിരിക്കുന്ന ചേച്ചി. എന്നാലും സെക്കൻഡിലാണ് ചേച്ചി ആടിന്റെ പാർട്ടാവുന്നത്. അതിൽ വലിയൊരു ക്യാരക്ടർ വന്ന് തേർഡിലേക്ക് വന്നപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചും ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ഒരു ട്വിസ്റ്റ് ആയിരിക്കും. അത് വേറൊരു ട്വിസ്റ്റ് പ്രേക്ഷകരെ ഞെട്ടിച്ച്. പക്ഷെ തേർഡ് മൊത്തത്തിൽ ടെറൈനും എല്ലാ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ എഫക്ട് എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുള്ള രീതിയിലേക്ക് ഈ സിനിമ ആഴത്തിൽ മാറുന്നത് പ്രതീക്ഷിക്കാൻ വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വലിയൊരു സ്കെയിലിൽ ചെയ്തൊരു പടം. ഫിലിംസ് രണ്ടുപേരും ചെയ്തിട്ട് ഗംഭീര സിനിമ എന്നതിന്. ഇപ്പോൾ ഫസ്റ്റിലുള്ളവർ ചിലപ്പോൾ സെക്കൻഡിലില്ല, പക്ഷെ തേർഡിലുണ്ട്. സെക്കൻഡിലുള്ളവർ ഇപ്പോൾ തേർഡിലേക്ക് വന്നിരുന്നുണ്ട്. ഇനി അടുത്ത പാട്ടിലേക്ക് വരുമല്ലെന്ന് ഉറപ്പില്ല. എങ്ങനെ അടുത്ത പാർട്ടി ഉണ്ടാവുമോ? ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അറിയില്ല, ചേട്ടൻ അറിയുന്നത് ചേട്ടൻ്റെ കയ്യിലാണ് എല്ലാം. എന്തായാലും
അടുത്ത പാട്ടിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഷാജി പാപ്പൻ എന്തായാലും ഒരു അടുത്ത പാട്ടിലെങ്കിലും ഒരു കുടുംബജീവിതം കിട്ടുമോ? ചേട്ടൻ്റെ കയ്യിലാണ്, എനിക്കറിയില്ല. എന്തായാലും അതുപോലെ ആവട്ടെ എന്ന് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോ? ചെറുതായിട്ട് പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോ? രണ്ട് ജോണർ, രണ്ട് ടെറൈൻ, രണ്ട് ടൈം ലൈൻ, ഇനിയിപ്പോ ഫ്യൂച്ചർ ലൂക്കും എല്ലാം വരുന്നുണ്ട്. ഷാജി പാപ്പൻ ശരിക്കും ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു വരുന്നത്? ഇപ്പൊ ഇതിനു മുമ്പ് പ്രിവ്യൂ കണ്ടിരുന്നോ? ഇപ്പൊ ഫസ്റ്റ് ടൈം തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാരണം കേട്ടതോ അഭിനയിച്ചതോ എല്ലാം തിയേറ്ററിൽ. അല്ല, ചേട്ടനിപ്പോ ഫേവറേറ്റ് എങ്ങനെ? താടി വെച്ച ലോലിനാണോ താടി വെക്കാത്ത ലോലിനാണോ? ലോലനാണ്. നെക്സ്റ്റിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ചെറുതായിട്ട് അല്ല, ഇതിന് ചെറുതായിട്ടൊന്ന് മോഹം കാണിച്ചു പോയിട്ട് നമ്മൾ ഇനി അടുത്ത പാട്ടിൽ വലിയൊരു റോളായിട്ട് കാത്തിരിക്കും. എങ്ങനെയുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇപ്പൊ ചെയ്തപ്പോ തോന്നിയിരുന്നു ഇതിപ്പോ അടുത്ത ലീഡിലേക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് റോള് വരുന്ന ഒരു റോളാണ് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല ഇപ്പോഴും. പക്ഷെ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പോലും ഞാൻ എന്താ ഈ പാട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗാണ്. പാട്ടിന് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോപ്പായ തിയേറ്ററുകൾ ഫ്ലോപ്പായി, സെക്കൻഡ് ഹിറ്റായി, തേർഡ് ഒരു ക്യാൻവാസ് ഇരട്ടിയാക്കി വന്നേക്കാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാനിതിന്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് ഞാനിതിന്റെ ഫാനാണ്, ആടിന്റെ ഫാനാണ്, ഷാജിപ്പാപ്പൻ ഫാനാണ്. നമ്മൾ 5 വർഷം മുൻപാണ് നമ്മളൊക്കെ തീരെ ചെറുതാകുന്ന സമയത്താണ്. ചെറുതല്ല, എന്നാലും അന്ന് നമ്മളുടെ ഒരു ബാച്ചിന് ഇഷ്ടമായിരുന്നു ആ സിനിമ. എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഫൈനാൻഷ്യലി ഫ്ലോപ്പായി ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ അത് ഗംഭീര സിനിമയായിരുന്നു. ഓരോ പാർട്ട് വരുമ്പോഴും എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് നമ്മുടെ പ്രദേശത്ത് എത്തിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഭയങ്കര കേട്ടിട്ടാണ് പാട്ട്. സീരിയസ്ലി ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യം, എനിക്ക് പാട്ട് കാണണം. ആര് ക്യൂരിയോസിറ്റി ക്ലൈമാക്സ് വെക്കുന്നുണ്ട്. എന്തോ ഷാജി പാപ്പൻ ഇനി എങ്ങനെ വരും, എവിടെ പോകുന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ? ഷാജിപ്പാപ്പനെ കണ്ടില്ലേ ലാസ്റ്റ്? കണ്ടു, തൃപ്തിയായി. ആ ഒരു സംഭവം നമ്മൾ വെയിറ്റിംഗ് ആണ്. അവിടെ എത്തിയ ഷാജിപ്പാപ്പൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്.